ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്. ഈ കാര്യങ്ങൾ പാലിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആശീർവാദത്തിനു പകരം നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകാം. ആദ്യത്തേത്, എപ്പോഴും ക്ഷേത്രത്തിലെ പ്രധാന ദൈവത്തെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, അവസാനം മാത്രമേ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാവൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാന ദൈവതയുടെ അനുഗ്രഹമാണ് ആദ്യം വേണ്ടത്, അതിനുശേഷം മാത്രമേ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടാവൂ. രണ്ടാമത്തെ, ശനിദേവനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെതിരിൽ നിൽക്കരുത്. ഒരു വശത്തേക്ക് മാറി നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ശനിദേവന്റെ കണ്ണുകൾ വളരെ ശക്തമാണെന്നും നേരിട്ടുള്ള നോട്ടം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു വശത്തേക്ക് മാറി നിന്നെ പ്രാർത്ഥിക്കാവൂ. മൂന്നാമത്തെ, നവഗ്രഹ വിഗ്രഹങ്ങളെ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ ഒരിക്കലും തൊടരുത്. അല്പം അകലെ നിന്നുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഓരോ ഗ്രഹത്തിനും പ്രത്യേക ഊർജ്ജമുണ്ട്. അവയെ തൊടുന്നത് ആ ഊർജ്ജത്തെ ബാധിക്കുകയും നമുക്ക് പ്രതികൂലമാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു. നവഗ്രഹങ്ങളെ രാവിലെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. നാലാമത്തെ, നവഗ്രഹങ്ങളെ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റരുത്. പകരം 9 തവണ വലത്തുനിന്ന് ഇടത്തോട്ട് മാത്രമേ പ്രദക്ഷിണം ചെയ്യാവൂ. തെറ്റായ രീതിയിൽ ചുറ്റുന്നത് ആശീർവാദത്തിന് പകരം നമുക്ക് ദോഷമുണ്ടാക്കും. ഈ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിച്ച് നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ നല്ല സ്വാധീനം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നവഗ്രഹങ്ങളുടെ ക്രമം അറിയേണ്ടതും പ്രധാനമാണ്. സൂര്യൻ മധ്യത്തിലായിരിക്കും. അതിനു ചുറ്റും ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവർ ഉണ്ടായിരിക്കും. എല്ലാ ദോഷങ്ങളും അകന്ന് ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാൻ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം അത്യാവശ്യമാണ്.